നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വേനലിന് പറ്റിയ നല്ലൊരു സമ്മർ ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പാലും നട്ട്സും ആപ്പിളും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ചൂടുവെള്ളത്തിൽ ഒരു 8 ബാദാം, 8 കാഷ്യൂനട്ട്, ഒരു 8 പിസ്ത ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് കുതിർത്ത് വയ്ക്കാം. കുതിർത്ത് വെച്ച ശേഷം നമുക്ക് അതിൻ്റെ തോല് കളയണം. അപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തിട്ട് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ, 4-5 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അത് ചേർത്ത ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ പഞ്ചസാര ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഇത് 1/2 ലിറ്റർ പാലാണ്. ഞാൻ 2-3 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ നട്ട്സിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, നട്ട്സിൻ്റെ പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർത്ത് അരയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണവും കിട്ടും. അപ്പോൾ നല്ലപോലെ പാല് തിളച്ച് വരണം. പാല് തിളച്ച് ഈ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് നന്നായിട്ട് കട്ടിയായി വരും പാല്. അപ്പോൾ നമുക്ക് നല്ലപോലെ തിളച്ച ശേഷം ഇത് തണുക്കാനായിട്ട് വയ്ക്കണം. നല്ലപോലെ തണുത്ത ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ്. ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പിൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കും. ഞാൻ പകുതി ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സിൻ്റെ കൂടെ അരച്ചിട്ടും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് അതിലേക്ക് ചേർത്ത് ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ അത് നമ്മൾ കുടിക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ കടിക്കാനായിട്ടും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതും ചേർത്ത ശേഷം നമുക്ക് സബ്ജ സീഡ്സ്, കസ്കസ്, അത് നമുക്ക് കുതിർത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നട്ട്സ് വെച്ച് ഒന്ന് അലങ്കരിച്ചിട്ട് തണുപ്പോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.